ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൂമീസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഈ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ലെഗ് പീസ് മാത്രം വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതിനേക്കാളും അളവ് കുറഞ്ഞ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇത് കുട്ടികൾക്ക് രാവിലെ കൊണ്ടുപോകാൻ പാകത്തിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മാഗ്നേറ്റിംഗ് ഒക്കെ രാത്രിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണണേ. അതിനായിട്ട് 6 ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. മസാല ഒക്കെ നന്നായിട്ട് ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് രാത്രി ഞാൻ ഒരു 10 മണിയോട് കൂടിയിട്ടാണ് ചെയ്ത് വെക്കുന്നത് കേട്ടാ. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്, 1/2 ടീസ്പൂൺ തന്നെ ഷാജീരകം ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട്, അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ചത്. ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ചെറിയ ചെറുനാരങ്ങ പിഴിഞ്ഞതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ. 2 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയാൻ, ഇത് സബോള വറുത്തെടുത്തിട്ടാണ് നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പൊ അത് വറുത്തെടുത്ത ഓയിൽ 1 ടീസ്പൂൺ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ. അത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ സബോള വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പൊ അതിൽ നിന്ന് ഒരു 1/4 ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ഭാഗം മാറ്റി വെക്കാനായിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ചിക്കന്റെ എല്ലാ ഭാഗത്തും മസാല ഒക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ. ഈ ഒരു മസാല തയ്യാറാക്കുന്നത് രാത്രി 10 മണിയോട് കൂടിയിട്ടാണ് കേട്ടാ. ഇത് കുറച്ചധികം നേരം തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യണം കേട്ടത്. എന്നെങ്കിലാണ് നമുക്ക് അതിന്റെ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ തലേദിവസം രാത്രി ഇത് ചെയ്ത് വെച്ചാൽ രാവിലെ അത് ചെയ്തെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ്. അപ്പൊ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനും കൂടിയിട്ടാണ് കേട്ടത്. ഇനി ഇത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാട്ടാ. പിന്നെ രാവിലെയാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. രാവിലെ ഒരു 5 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷമാണ് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ ഒരു 1/4 ഭാഗം വേവിച്ചാൽ മതി. ബാക്കി ദമ്മിലിരുന്ന് വെന്ത് കിട്ടും. പിന്നെ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം നമ്മള്, അതിലേക്ക് അടി പിടിക്കും. ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ട അരി എടുക്കണം. 1 കിലോ വരുന്ന ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 20 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ അരിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടാ. അതിലേക്ക് പട്ട, ഗ്രാമ്പു, തക്കോലം, ബേ ലീഫ്, പിന്നെ ഷാജീരകം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നന്നായി തിളച്ച് വന്നപ്പോ അതൊക്കെ പൊന്തി വന്നതെല്ലാം ഞാൻ ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഫ്ലേവർ കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതെല്ലാം ഒന്ന് ഊറ്റിയെടുക്കുന്നത്. അരിയും ഒരു 1/4 ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ബാക്കി നമുക്ക് ദമ്മിലിരുന്ന് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ അരി ഞാൻ ഇവിടെ ഊറ്റിയെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ചിക്കൻ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. 1/4 ഭാഗം വെന്തിട്ടുണ്ടായിരുന്നു. ഫ്ലെയിമൊക്കെ ഞാൻ ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ദമ്മിട്ട് കൊടുക്കാം. അപ്പോൾ വേവിച്ചെടുത്ത ആ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിന്റെ മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം കേട്ടോ. പകുതി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഞാൻ അതിന്റെ മുകളിലേക്ക് പാലിൽ കുറച്ച് മഞ്ഞൾ മിക്സ് ചെയ്തതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഗരം മസാല ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി അതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിലും ഇതുപോലെ തന്നെ ഗാർണിഷ് ചെയ്തെടുക്കണം. പാലിൽ മഞ്ഞൾ മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ അടുത്ത് കുങ്കുമപ്പൂവ് ഉണ്ടെങ്കിൽ അത് പാലിൽ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടാ. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല, മല്ലിയില, പുതിനയില, അതിന് മുകളിലേക്ക് ഉള്ളി ഫ്രൈ ആക്കിയതും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫ്രൈ ആക്കിയത് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് മൂടി വെക്കാം. ഇനി ഒരു പഴയ പാൻ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ. അതൊന്ന് 10 മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിലേക്ക് ഈ ബിരിയാണി പോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കണം. 15 മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്നാൽ മതി കേട്ടോ. അപ്പൊ ഞാനൊരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തുറന്നിട്ടുള്ളത്. അപ്പൊ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടാ. ഈ ഒരു ബിരിയാണി തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. അപ്പോ അത് മൊത്തത്തിൽ തന്നെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. പതുക്കെ പതുക്കെ മൊത്തത്തിൽ തന്നെ ഇളക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു ബിരിയാണി ഇങ്ങനെയാണ് കേട്ടോ. മൊത്തത്തിൽ നമ്മൾ മറ്റേ ബിരിയാണി ഒക്കെ ആകുമ്പോൾ ഓരോ സൈഡിൽ നിന്നാണ് നമ്മൾ ഇളക്കി എടുക്കാറ്. ഇത് മൊത്തത്തിൽ തന്നെ എല്ലാം ഒന്ന് ഇളക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടാ. അപ്പൊ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരുടെ പാത്രത്തിലൊക്കെ ഒന്ന് ആക്കിയെടുക്കണം. അപ്പൊ ഇത്ര ഉള്ളോട്ടാ. ഈ ഒരു ബിരിയാണി വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട്. തലേദിവസം എല്ലാം റെഡിയാക്കി വെച്ചതുകൊണ്ട് തന്നെ രാവിലെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതുള്ളോട്ടത്. ഈ ഒരു ഹൈദരാബാദി ദം ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക കേട്ടോ. നല്ലൊരു ഈസി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്